എന്തിനാ ഈ ദൈവം സഹനം തരുന്നത്? നമ്മൾ വിശുദ്ധീകരിക്കാനാണ്, നമ്മൾ വിശുദ്ധരാക്കാൻ വേണ്ടി, അനുതാപം കിട്ടാൻ വേണ്ടി, പശ്ചാത്തപിക്കാൻ, ദൈവത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് വലിയ ചങ്ക് തകരുന്ന വലിയ വേദന കൊടുക്കുന്നത്. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. നമുക്കറിയാം പഴയ നിയമത്തിൽ ഫറവോ ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ട്, ഇസ്രായേൽക്കാർ ഈജിപ്തിൽ കഴിയുമ്പോൾ അവരെ പീഡിപ്പിച്ചുകൊണ്ട് ഫറവോയ്ക്ക് ഒരുപാട് ആദ്യം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കൊടുത്തേ. അങ്ങനെ 10 അടയാളങ്ങൾ കൊടുത്തു. 10 അടയാളം കൊണ്ട് കന്മഴ പെയ്യുന്നു, പേൻ പെരുകുന്നു, വെള്ളം മുഴുവൻ ചോരയായിട്ട് മാറുന്നു, ഒരുപാട് ദുരന്തം, പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അങ്ങനെ 10 പ്രകൃതി ദുരന്തങ്ങൾ വന്നു. പക്ഷെ 10 പ്രാവശ്യവും പെട്ടെന്നൊരു മാനസാന്തരം. പക്ഷേ വൈകുന്നേരം മാനസാന്തരം, രാവിലെ നോക്കുമ്പോൾ വീണ്ടും ഹൃദയം പഴയ പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈകുന്നേരം കാണുമ്പോൾ ഒരു അത്ഭുതം. അതാണ് ചിലരുണ്ട് ഈ നാളുകളൊക്കെ സഭയിൽ കഴിഞ്ഞ 10-40 വർഷം അത്ഭുതങ്ങളും അടയാളം രോഗശാന്തികൾ കാണുമ്പോൾ പെട്ടെന്ന് ഒരു അഭിപ്രായം, പെട്ടെന്നൊരു മാനസാന്തരം. പക്ഷെ നേരം വെളുക്കും വീണ്ടും പഴയപടി കഠിന ഹൃദയം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 10 അടയാളങ്ങൾ കിട്ടിയിട്ട് മാനസാന്തരപ്പെടാത്തവന് അവസാനത്തൊരു അടയാളമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതവൻ്റെ ചങ്ക് തകരുന്നൊരു കല. അതാണ് അവിടെയാണ് കണ്ടുമുട്ടുന്നത്. ഈ ഫറവോയുടെ ആദ്യജാതന്മാരെല്ലാം വധിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെല്ലാവരും മൂത്ത മക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യജാതന്മാർ മുഴുവൻ വധിക്കപ്പെടുന്ന ഒരു വലിയൊരു ചങ്കിക്കൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതും ദൈവം അനുവദിച്ചത് എന്തുകൊണ്ടാണ്? ഇവന് മാനസാന്തരം ഉണ്ടാകാൻ, ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ദൈവം ആദ്യമൊക്കെ ദൈവം അത്ഭുതങ്ങളും അടയാളവും രോഗശാന്തിയും വചനവും ഒക്കെ കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എത്ര സോഫ്റ്റ് ആയാലും നീ സോഫ്റ്റ് ആകുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, നിന്നെ നേടിയെടുക്കാൻ വേണ്ടി, സ്വന്തമാക്കാൻ വേണ്ടി ദൈവം അവസാനം എടുക്കുന്നൊരു മാർഗമാണ് വലിയ സഹനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. വലിയ അപമാനങ്ങൾ, വലിയ മരണങ്ങൾ, വലിയ നഷ്ടങ്ങൾ, വലിയ അപകടങ്ങൾ, വലിയ ദുരന്തങ്ങൾ, ചിലപ്പോൾ ജയിൽവാസം പോലും. പ്രൈസ് ദി ലോർഡ്. ചില വലിയ സംഭവിക്കാൻ പാടില്ല ചിലതൊക്കെ ആ കുടുംബത്തിൽ സംഭവിക്കുന്നു, ആ വ്യക്തിയിൽ സംഭവിക്കുന്നു. അപ്രതീക്ഷ കാണിച്ചാൽ ആ ചങ്ക് പൊട്ടി, അത് അവന് വീണ്ടെടുക്കാൻ, അവന് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാ, അവനൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാ, പശ്ചാത്താപം ഉണ്ടാകാൻ വേണ്ടിയാ. പക്ഷെ എന്നിട്ട് അവൻ്റെ മാനസാന്തരവും അതും നീണ്ടു നിൽക്കുന്നില്ലെന്നുള്ളതാണ്. ചില ആളുകളുടെ അങ്ങനെയാണ്, എന്ത് സഹനം വന്നാലും ആ മാനസാന്തരം ഉണ്ടാകുന്നില്ല. ആണ് ഫറവോയുടെ കുറച്ച് നേരത്തേക്ക് മാത്രം, ആ സമയം കൊണ്ട് ദൈവം തൻ്റെ ജനത്തെയും കൊണ്ട് പുറത്തു കടന്നു. വീണ്ടും അവൻ്റെ ഹൃദയം പഴയ പോലെ കഠിനമായി. അത് പൈശാചിക ശക്തികൾ വസിക്കുന്ന ചില ഹൃദയങ്ങൾക്ക് പ്രത്യേകത, അവർക്ക് എന്ത് തകർച്ച വന്നാലും ഏത് പ്രശ്നം വന്നാലും ഒരു മാനസാന്തരത്തിലേക്ക് വരത്തില്ല. അതൊരു ബന്ധനമാണ്. അവിടെ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയാൽ മാത്രമേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്.